ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ, പുതിയ പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സീരീസ് നമ്മൾ തുടങ്ങുകയാണ്. സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങുന്നത്. 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സുകൾ കാണാത്തതുണ്ടെങ്കിൽ അത് കാണണം. കാര്യം അതിലുള്ള കണ്ടൻറ്റുകളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. എന്നാൽ കുറച്ച് പോയിന്റുകളൊക്കെ അവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ സസ്യങ്ങളിലെ വർണ്ണകണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിഗ്മെൻറ്റ്സ് അല്ലേ, ആ പിഗ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജീവജാലങ്ങളിൽ നടക്കുന്ന വാതക വിനിമയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ജീവികളുടെ പരസ്പര സഹകരണം മൂലമുള്ള ചില ജീവി ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരാതങ്ങൾ എന്ന് പറയുന്നൊരു ഏരിയ മാത്രം, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇതിൻ്റെ കൂടിയ വെർഷൻസ് 7ാം ക്ലാസ്സിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ എന്തായാലും കൂടുതൽ മുഖവരെയൊന്നുമില്ല. ക്ലാസ് കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. മാക്സിമം ആളുകളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കാൻ നമുക്ക് തുടങ്ങാം. ഒറ്റയല്ലൊരു ജീവിയും എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേരും ഈ പടമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ആവാസ വ്യവസ്ഥയും ജീവി ബന്ധങ്ങളും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പീഡ് കൂടുതലാണെങ്കിൽ പറയണം കേട്ടോ. ക്ലാസ്സിന് പൊതുവെ സ്പീഡ് കൂടുതലാണെന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ അത് കൂടുതലാണെങ്കിലൊന്ന് പറയണം, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. സംഭവം ചാപ്റ്ററിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ. കാര്യം 5ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കാണല്ലോ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ എഴുതി എന്താ പറയുക, നമ്മുടെ ചില സയൻസ് നോട്ട് ബുക്കിൽ ചില കാര്യങ്ങളൊക്കെ എഴുതി കുറിക്കാനൊക്കെയാണ് പിള്ളേരോട് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പൊന്മാൻ, ആ പൊന്മാൻ പൊതുവേ അതിൻ്റെ വാസസ്ഥലം എവിടെയായിരിക്കും സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരു കുളത്തിൻ്റെ കരയിലായിരിക്കും, അല്ലെങ്കിൽ കുളത്തിനോട് ചേർന്നിട്ടുള്ള ഏരിയയിലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ആഹാരം എന്ന് പറയുന്ന മത്സ്യങ്ങളാണ്. അപ്പോൾ മത്സ്യങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്തായിരിക്കും പൊന്മാൻ അതിൻ്റെ കൂട് കണ്ടെത്തുക അല്ലെങ്കിൽ വീട് കണ്ടെത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പതുക്കെ ആ ഒരു ചാപ്റ്ററിലുള്ള കണ്ടൻറ്റുകളിലേക്ക് ഇത് പതുക്കെ കടക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. നദീതീരത്തോ കുളക്കരയിലുള്ള മാളങ്ങളിലാണ് പൊന്മാന്മാർ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളായിരിക്കും അധികം താമസം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല ജീവജാലങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആഹാരം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലായിരിക്കും അവർ കൂടുതലായിട്ട് വാസസ്ഥലം ഉറപ്പിക്കുക അല്ലേ. ഓക്കെ, ഇനി വാസസ്ഥലം ആഹാരം എന്നും പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അതൊക്കെ പോട്ടെ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നോക്കുക, ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണെന്ത്? ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആഹാര ശൃംഖല ജാലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ആഹാര ശൃംഖല എന്ന് പറയുന്നൊരു വാക്ക് കേട്ടോ, ആഹാര ശൃംഖല എന്ന് പറയുന്നൊരു വാക്കുണ്ട്. then ആഹാര ശൃംഖലയുടെ കൂടെ ഒരു ജാലവും കൂടെ ചേർത്തിട്ട് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്ന മറ്റൊരു വാക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് വാക്കുകളൊന്ന് പരിചയപ്പെട്ടിരിക്കുക. അപ്പോൾ ആഹാര ശൃംഖല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നൊരു സാധനമാണല്ലോ, പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ് എന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് തൊട്ട് എഴുതി വയ്ക്കാനുള്ള ഒരു വൺ ലൈൻ സാധനമുണ്ട്. ഇതിനെ വിളിക്കുന്നത് വേണമെന്ന്, ഈ പാമ്പിനെ വേണേൽ പരുന്തും കഴിച്ചിട്ട് അവസാനം ഒരു പരുന്തിനെയും കൂടെ കൊടുക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആഹാര ശൃംഖല എന്ന് വിളിക്കുക. എന്നാൽ മനസ്സിലാക്കി, ഈ പുല്ലിനെ വേണമെങ്കിൽ ആർക്കും തിന്നാം. ഒരു മാനിന് വേണമെങ്കിൽ ഈ പുല്ലിനെ തിന്നാം. മാനിനെ ആർക്ക് തിന്നാം? ഒരു കടുവയ്ക്ക് തിന്നാം. ഇതേ പുല്ലിനെ തന്നെ ആർക്ക് തിന്നാം? ഒരു മുയലിന് തിന്നാം. മുയലിനെ വേണമെങ്കിൽ ആർക്ക് തിന്നാം? ഒരു കുറുക്കിന് തിന്നാം. അങ്ങനെ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. നമ്മൾ എഴുതിയ ആ ഒരു ഒറ്റ ലൈനിൽ മാത്രമായിരിക്കില്ല കാര്യങ്ങൾ പോവുക. ഇതിങ്ങനെ കണക്റ്റഡ് ആയിട്ടൊരു വെബ് പോലെ ഇങ്ങനെ കിടക്കുകയായിരിക്കും. അതിനെ വിളിക്കുന്നവരാണ് ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖല ജാലം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഒരു ആഹാര ശൃംഖല ജാലമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ എന്താണ്, പുല്ലിൽ നിന്ന് തുടങ്ങി പല വഴിക്ക് പല ഡയറക്ഷനിലേക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മുടെ പ്രകൃതിയിൽ കാണപ്പെടുന്നതാണ്. ആഹാര ശൃംഖല ജാലമാണ് പ്രകൃതിയിൽ കാണപ്പെടുക. ആഹാര ശൃംഖല ഒരെണ്ണം മാത്രമായിട്ടായിരിക്കില്ല പ്രകൃതിയിൽ കാണപ്പെടുക എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഈ ആഹാര ശൃംഖലകളിൽ കടലും ഉണ്ട്. നമ്മുടെ കരയിൽ മാത്രമല്ല, നമുക്ക് കാണാവുന്ന മാത്രമല്ല, നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ പുറമേയുള്ള നമുക്ക് കാണാത്ത, നമ്മളറിയാത്ത സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ട്? ആഹാര ശൃംഖലകളും ആഹാര ശൃംഖലാ ജാലങ്ങളും ഉണ്ട്. കടലിലുണ്ട്. കടലിലെ ജീവജാലങ്ങളായിട്ടുള്ള ഈ പറയുന്ന സ്രാവായിക്കോട്ടെ, മത്തി ആയിക്കോട്ടെ, ചെറുമീനായിക്കോട്ടെ, കടലാമ ആയിക്കോട്ടെ, ഇവരൊക്കെ കടലിലുള്ള സസ്യങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് ജീവിക്കുക. ആ സസ്യങ്ങളിൽ നിന്ന് തുടങ്ങുന്ന പ്ലവകങ്ങൾ പോലെയുള്ള കടലിലെ സസ്യങ്ങളാണ് കേട്ടോ. കടലിലെ ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള ജീവജാലങ്ങളെ നമ്മൾ സ്വപോഷികൾ എന്ന് വിളിക്കാറുണ്ട്. പ്രൊഡ്യൂസേഴ്സ് എന്നാണ് നമ്മളവരെ ഇംഗ്ലീഷിൽ പറയുക. അത്തരം സ്വപോഷികളായിട്ടുള്ള ആളുകളിൽ നിന്ന് തുടങ്ങി പല വഴിക്ക് പോയിട്ട് അവിടെയും എന്തുണ്ട്? ആഹാര ശൃംഖലാ ജാലവും ആഹാര ശൃംഖലകളും ഒക്കെ കടലിലുമുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഈ കടലിലെ ജീവജാലങ്ങളും അവയുടെ ആഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്രാവ് എന്ന് പറയുന്ന ജീവി മറ്റ് ചെറുമീനുകളല്ലേ, കണവ മീനുകൾ, കടലാമ പോലുള്ള ചെറുമീനുകളെയാണ് ആഹാരമാക്കുക. മത്തിയാണെങ്കിൽ ചെറുമീനുകളെയും പ്ലവകങ്ങളെയും ഒക്കെ. പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കിയേക്കാം. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണെന്ത്? പ്ലവകങ്ങൾ കേട്ടോ. പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ
സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് ആര്? ഈ പ്ലവകങ്ങൾ എന്ന് പറയും. ഓക്കെ, സമുദ്രം എന്ന് പറയുന്ന സമുദ്രത്തിലെ ഉൽപ്പാദകരാണ് ആര്? പ്ലവകങ്ങൾ. സമുദ്രത്തിൽ നമ്മുടെ കരയിലെ സസ്യങ്ങൾക്ക് സമാനമായിട്ട് സമുദ്രത്തിൽ കാണപ്പെടുന്ന ആളുകളാണ് ആര്? പ്ലവകങ്ങളെന്ന് ഓർത്ത് വെച്ചേക്കണം. then മറ്റ് ജീവജാലങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെറു മീനുകളാണ് പൊതുവെ ഈ പ്ലവകങ്ങളെ ആഹാരമാക്കുക എന്നുള്ളത് കൂടി ഒന്നറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, അതിനടുത്ത് എത്ര ആഹാര ബന്ധങ്ങളെന്ന ഹെഡിങ്ങിൽ അവർ എന്തൊക്കെയാണ് പറയുന്നുണ്ട്. ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിനകത്ത് തന്നെ ഒരുപാട് ജീവിബന്ധങ്ങളും ജീവജാലങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമല്ല. ഇനി അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ചിത്രത്തിൽ കുറച്ച് ജീവജാലങ്ങൾ അവിടെയുണ്ട്, ജീവനില്ലാത്ത കുറേ ആളുകൾ അവിടെയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറയുന്ന സസ്യങ്ങളായിക്കോട്ടെ, ഈ കാണുന്ന ആമയായിക്കോട്ടെ, താറാവായിക്കോട്ടെ, തവളയായിക്കോട്ടെ, ഇതൊക്കെ ജീവനുള്ള ആളുകളാണ്. എന്നാൽ ഈ ജീവനുള്ള ആളുകളോടൊപ്പം തന്നെ ജീവനില്ലാത്ത കുറച്ച് ആളുകൾ ഇവിടെയുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന വെള്ളം, ഈ ജലാശയമല്ല, ജലാശയത്തിലുള്ള വെള്ളമാണ് ഇത്രയും ആളുകളെ അവിടെ കൊണ്ടെത്തിക്കുന്നത്. ഇത്രയും ആളുകൾ അവിടെ നിൽക്കാൻ കാരണം എന്താണ്? ഈ ജലാശയമാണ് അല്ലേ. അപ്പോൾ ജലാശയം എന്ന് പറയുന്ന ഒരു അജീവീയ ഘടകമാണ്, ജീവനില്ലാത്ത ഘടകമാണ്. ആ ജീവനില്ലാത്ത ഘടകമാണ് അവിടെയുള്ള ജീവനുള്ള ആളുകൾക്കെല്ലാം അവിടെ ഒരു ഒത്തുചേരലിന് കാരണമായത്. അതുപോലെ തന്നെ ഈ കാണുന്ന മണ്ണ് അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ കാണപ്പെടുന്ന എയർ അല്ലെങ്കിൽ വായുവിലുള്ള ചില വാതകങ്ങളൊക്കെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ ലിസ്റ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വായിക്കാം. ആവാസം എന്ന് പറയുന്ന ഹെഡിങ്ങിൽ എന്തോ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് വയൽ. ഈ തന്നിരിക്കുന്ന ചിത്രത്തിലാണെങ്കിൽ ഒരു വയലാണത്. മത്സ്യത്തിന് പുറമെ മറ്റ് പല ജീവികളുടെയും ആവാസമാണിത്, ഹാബിറ്റാറ്റാണ്. അപ്പോൾ ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ ചുറ്റുപാടിനെ വിളിക്കുന്ന പേരാണെന്ത്? ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ ചുറ്റുപാടിനെയാണെന്ത്? ആവാസം എന്ന് വിളിക്കും. ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ ചുറ്റുപാടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആവാസം എന്നൊന്ന് അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. ഇനി ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പലതരത്തിലുള്ള ആവാസങ്ങൾ നമുക്കിവിടെ കാണാം. ഒരു പുൽമേടായിക്കോട്ടെ, ഒരു മരുഭൂമി ആയിക്കോട്ടെ, ഒരു നിബിഡവനമായിക്കോട്ടെ, കണ്ടൽക്കാടായിക്കോട്ടെ, മഞ്ഞുള്ള ഏരിയ ആയിക്കോട്ടെ, ഇവിടെ എല്ലാം ജീവജാലങ്ങളുണ്ടെങ്കിൽ അതൊരു ആവാസമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ ഇവിടെ ആഹാര കാർഡ് എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് പറയുന്നുണ്ട്, വേണ്ട, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ എത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പറയാൻ പറ്റില്ല എങ്കിലും നമ്മുടെ റിയൽ ലൈഫിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കൂടിയാലും കുറഞ്ഞാലും എന്ന പേരിൽ. അതായത് നമ്മുടെ ആഹാര ശൃംഖലയിലെ ഏതെങ്കിലും ഒരു ജീവിയുടെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും അത് ബുദ്ധിമുട്ടാണ്, കുഴപ്പമാണെന്ന് മനസ്സിലാക്കുക. ഈ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാട്ടിൽ നിന്ന് ജീവജാലങ്ങൾ ഇറങ്ങുന്ന സമയത്ത്, കടുവ പോലുള്ള ജീവജാലങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഈ കടുവകളെയൊക്കെ വെടിവെച്ച് കൊല്ലണം, ഈ പറയുന്ന കാട്ടിലുള്ള കടുവകളൊക്കെ വെടിവെച്ച് കൊല്ലണം, എല്ലാത്തിനെയും അങ്ങ് നശിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ ചില ആളുകളൊക്കെ പാസ്സാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ കടുവകളുടെ എണ്ണം കുറഞ്ഞാൽ എന്താണ് പറ്റുക? കടുവകൾ എല്ലാത്തിനെയും നമ്മൾ അങ്ങ് നശിപ്പിക്കാൻ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ കടുവകളില്ലെന്ന് വിചാരിക്കാം. കടുവകളില്ലെങ്കിൽ എന്താ പറ്റുക? ഈ കാണുന്ന ജീവജാലങ്ങൾ കടുവയുടെ ആഹാരം ഏതൊക്കെയാണോ അതൊക്കെ അങ്ങ് കൂടും അല്ലേ. അതായത് ഈ മാനിൻ്റെ എണ്ണം കൂടും, മാനുകളുടെ എണ്ണം അങ്ങ് കൂടും. ഈ കാണുന്ന കാട്ടുപോത്ത് പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവജാലങ്ങളുടെ എണ്ണമൊക്കെ കൂടും. അങ്ങനെ അവയുടെ എണ്ണം കൂടുമ്പോൾ എന്താ പറ്റുക? ഓട്ടോമാറ്റിക്കലി അവ ആഹാരമാക്കുന്ന പുല്ലിൻ്റെ എണ്ണം എന്ത് ചെയ്യും? പുല്ലിൻ്റെ എണ്ണം അങ്ങ് കുറയും. കണ്ടല്ലേ? അപ്പോൾ കാട്ടിലുള്ള പുല്ലിൻ്റെയൊക്കെ എണ്ണം അങ്ങ് കുറയും, അല്ലെങ്കിൽ സസ്യങ്ങളുടെ എണ്ണം കുറയും. സസ്യങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് പറ്റും? സസ്യങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ സസ്യത്തെ ആഹാരമാക്കുന്ന ജീവജാലങ്ങളുടെ എണ്ണം പിന്നീട് കുറയും. അതായത് സസ്യങ്ങളുടെ എണ്ണം കുറയുന്നു, സസ്യങ്ങളങ്ങ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവരുടെ എണ്ണം കുറയും, ഇവരുടെ എണ്ണം കുറയും, ഇവരുടെ എണ്ണം കുറയും, ഇവരുടെ എണ്ണം കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ എണ്ണം കുറയും, ഇതിൻ്റെ എണ്ണം കുറഞ്ഞാൽ ഇതിൻ്റെ എണ്ണം കുറയും. അങ്ങനെ മൊത്തത്തിലങ്ങ് തകിടം പറയും, മൊത്തത്തിലങ്ങ് ആരംഭമാവും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും എൻഡിലുള്ള ഒരു ആഹാര ശൃംഖലയുടെ ഏറ്റവും എൻഡിലുള്ള ജീവജാലത്തിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ഒരു മാനിൻ്റെ എണ്ണമാണ് കുറയുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് പോകും. കാര്യം മാനിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കണക്ഷൻ പൂർത്തിയാക്കാൻ, അതായത് സസ്യങ്ങളുടെ എണ്ണത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് നിർത്താനും കടുവയ്ക്ക് ആഹാരമായി മാറാനും ആരുണ്ട്? മറ്റ് ജീവജാലങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൂടി ഇത്തരത്തിലുള്ള ജീവജാലങ്ങളുടെ എണ്ണത്തിൽ ഉണ്ട് എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കുക. അതിവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരിയുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവജാലങ്ങൾക്ക് പങ്കുണ്ട്.
ആഹാര ശൃംഖലയിലെ താഴേക്കണ്ണിലുള്ള ജീവവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റ് ജീവവർഗ്ഗങ്ങൾ ഉണ്ടായെന്ന് വരാം. അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള ഈ പറഞ്ഞ മാനൊക്കെ ആണെങ്കിൽ അതിന് പകരം വേറെ ജീവജാലങ്ങൾ ഉണ്ടായെന്ന് വരാം. ഈ സ്ഥിരം കഴിക്കുന്ന കൈൻഡ് ഓഫ് പുല്ല്, ഒരു ടൈപ്പ് ഓഫ് പുല്ല് തീർന്നു പോയി കഴിഞ്ഞാൽ വേറെ ടൈപ്പ് ഓഫ് പുല്ല് ഉണ്ടായെന്ന് വരാം. ഓക്കെ, അതായത് ആ ജീവജാലങ്ങൾ അവരുടെ മെനു ഒന്ന് സ്വിച്ച് ചെയ്തെന്ന് വരാം. എന്നാൽ കടുവയെപ്പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റ് ജീവികൾ അധികമില്ല. ഇപ്പോൾ ഒരു കാട്ടിലെ കടുവകൾ മൊത്തം തീർന്നു പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കാട് തന്നെ എടുക്കുക, നമ്മുടെ കേരളത്തിലെ കാടുകളിലെ കടുവകൾ മൊത്തം തീർന്നു പോയി കഴിഞ്ഞാൽ ആ ധർമ്മം നിർവഹിക്കാൻ, അതായത് കടുവ ചെയ്യുന്ന പണി, കടുവയാൽ തിന്നപ്പെടുന്ന, അല്ലെങ്കിൽ ആ പ്രയോഗം ശരിയാണോ എന്തോ, മലയാളം എന്തോ ആയിക്കോട്ടെ, അപ്പോൾ കടുവയുടെ ആഹാരമായി മാറാറുള്ള ജീവജാലങ്ങളെ ആഹാരമാക്കാൻ കെൽപ്പുള്ള ജീവി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാട്ടിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാട്ടുപോത്തെന്നൊക്കെ പറയുന്ന, കാട്ടുപോത്തെന്നുള്ള പ്രയോഗം ശരിയല്ല, കാട്ടിയാണ് നമ്മുടെ കാടുകളിലുള്ളത്. ഈ കാട്ടിയൊക്കെ ആഹാരമാക്കുന്ന വേറെ ജീവജാലം ഇല്ല. ഒരു പുള്ളിപ്പുലി എന്ന് പറയുന്ന പുലി നമ്മുടെ കാടുകളിലുണ്ട്. ഈ പുള്ളിപ്പുലിക്കൊന്നും കാട്ടിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒന്നും എന്താ പറയുക, അതിനെ ഒന്നും അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താനുള്ള സൈസൊന്നും ആർക്കില്ല, പുള്ളിപ്പുലിക്കില്ല. അപ്പോൾ കാട്ടി പോലുള്ള വലിയ ജീവജാലങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ ആര് തന്നെ വേണം? കടുവ തന്നെ വേണം എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കണം. അതിനാൽ കടുവയെ പോലെയുള്ള ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയുടെ സംരക്ഷിക്കുന്ന വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, ഇപ്പോൾ കടുവകളുടെ എണ്ണം തീർന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ള ആവാസ വ്യവസ്ഥയെ ബാധിക്കും. ഓക്കെ, കാടിനെ മൊത്തത്തിൽ ബാധിക്കും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. തന്നെ അധിനിവേശക്കാരെന്ന് പറയുന്ന ഹെഡിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് വളരെ ചുരുക്കി എന്താണ് കാര്യം എന്ന് പറഞ്ഞേക്കാം. നമ്മുടെ നാട്ടിൻ പുറത്ത് പണ്ട് ഇല്ലാതിരുന്നതും ഇപ്പോൾ കണ്ടുവരുന്നതുമായിട്ടുള്ള പല മാർഗ്ഗങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ എത്തിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു ജീവികളാണ് ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ഈ ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത്. അപ്പോൾ ചില ഇടങ്ങളിലൊക്കെ അത് വളർത്താൻ വേണ്ടിയിട്ടൊക്കെ ചില ആളുകൾ കുളത്തിലും ഈ പറഞ്ഞ എന്താ പറയുക, ചില ആർട്ടിഫിഷ്യൽ പോണ്ടുകളിലൊക്കെ ഇതിനെ വളർത്തുമായിരുന്നു. എന്നാൽ പിന്നീട് പിൽക്കാലത്ത് പല കാരണങ്ങൾ കൊണ്ടും ഇത് പൊതുവായിട്ടുള്ള ഇടങ്ങളിലേക്ക് ഇത് എത്തപ്പെട്ടു. അതായത് തോടുകൾ വഴി കായലിലേക്കും മറ്റു കുളങ്ങളിലേക്കൊക്കെ ഇത് എത്തപ്പെടുന്നുണ്ട്. ഈ ജീവജാലം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു പ്രൊഡക്ടറാണ്. മറ്റ് മത്സ്യങ്ങളെയൊക്കെ വളരെ വേഗത്തിൽ, വളരെ അധികം അളവിൽ പിടിച്ച് തിന്നുന്നൊരു ജീവജാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന പല മത്സ്യങ്ങളുടെയും എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവജാലങ്ങളാണ് അധിനിവേശക്കാരെന്ന പേരിൽ നമ്മൾ വിളിക്കാറുള്ളത്. ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഹാരബന്ധം എന്നുള്ള പേരിൽ ഒരു ആഹാര ശൃംഖലാ ജാലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ തന്നെ ഒരു സിംഗിൾ ലൈനാക്കി മാറ്റിയിട്ട് ഇവിടെ മറ്റൊരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, പരുന്ത് അല്ലെങ്കിൽ കഴുകിട എന്നുള്ള രീതിയിൽ. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ് എന്താണ് ആഹാര ശൃംഖല എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ആഹാര ശൃംഖലയിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണിത് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ആഹാര ശൃംഖല എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ ലൈനാണെങ്കിൽ ആഹാര ശൃംഖലയും, കമ്പൈൻഡ് ആണ്, എല്ലാം ഇൻ്റർ കണക്റ്റഡായിട്ട് നമ്മൾ പല ആഹാര ശൃംഖലകളെ ഒരുമിച്ച് ചേർത്ത് ഇൻ്റർ കണക്റ്റഡായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ആഹാര ശൃംഖല ജാലം അഥവാ ഫുഡ് വെബ് എന്ന പേരിലാണ് അത് അറിയപ്പെടുക എന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് ആദ്യത്തെ കണ്ണിയും അവസാനത്തെ കണ്ണിയും ഏതൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, അതൊന്നും നമുക്കിവിടെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല. then അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ ആഹാര ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക. എവിടെ നിന്നായിരിക്കും? സസ്യവർഗത്തിൽപ്പെട്ട ജീവജാലങ്ങളിൽ നിന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്കതിനെ ഹരിത സസ്യം എന്ന് പറയാം കേട്ടോ. എന്താണ് ഹരിത സസ്യം? അല്ലെങ്കിൽ ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള ആളുകൾ, അല്ലെങ്കിൽ ഉൽപ്പാദകർ എന്നൊക്കെ വിളിക്കും. എന്താണ്? ഉൽപ്പാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുക. ആരാണ്? പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്ന ജീവജാലങ്ങളിൽ നിന്നാണ് ആഹാര ശൃംഖലകളെല്ലാം തന്നെ ആരംഭിക്കുക എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇതിനൊക്കെ ട്രോഫിക തലങ്ങൾ എന്നുള്ള പേരിലൊക്കെ വിളിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അല്ലെങ്കിൽ വേണം ജസ്റ്റ് ഒന്ന് പറയാം. ഈ കാണുന്ന ആദ്യത്തെ ആൾ ഫസ്റ്റ് ട്രോഫിക് ലെവലും രണ്ടാമത്തെ സെക്കൻഡ് ട്രോഫിക് ലെവൽ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം കേട്ടോ. ഓക്കെ, ഇനി ഈ പറയുന്ന ഫസ്റ്റ് ട്രോഫിക് ലെവലിലുള്ള അല്ലെങ്കിൽ ഉൽപ്പാദകർക്ക് എവിടെ നിന്നാണ് ആഹാരം കിട്ടുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സസ്യങ്ങൾക്ക് എവിടെ നിന്ന് ആഹാരം കിട്ടുക? സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുകയാണ് ചെയ്യല്ലേ. സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണെന്ത്? പ്രകാശ സംശ്ലേഷണം. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇലകളിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ലവണവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പേരാണെന്ത്? പ്രകാശ സംശ്ലേഷണം എന്നുള്ളത് നമുക്കറിയാം, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്
ഫോട്ടോസിന്തസിസ് അല്ലേ, ഫോട്ടോസിന്തസിസ് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. ഓക്കെ, ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഇതിനെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി എന്തുണ്ടാകുന്നു? ഓക്സിജൻ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടല്ലോ. സൂര്യപ്രകാശം ഏത് ഭാഗം വഴിയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഇലകൾ വഴിയാണ് സൂര്യപ്രകാശം ലഭിക്കുക. ഈ ഇലകളുടെ അറേഞ്ച്മെൻറ്റ് പൊതുവേ പരമാവധി സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിലായിരിക്കും അല്ലേ. ഈ സൂര്യനെ ഫേസ് ചെയ്തായിരിക്കും പൊതുവേ ഇലകളെല്ലാം നിൽക്കുക എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതാണ് ഇവിടെ ഈ ഇമേജിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് തന്നെയാണ് ഈ കാണുന്ന എല്ലാത്തിലും അങ്ങനെ തന്നെ ഉള്ളത്. ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ഇലകളുടെ പൊസിഷനിങ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇലയുടെ പച്ച നിറത്തിന് പിന്നിൽ എന്താണെന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം. പച്ച നിറത്തിന് പിന്നിൽ ഒരു വർണ്ണകമാണ് ഇലയ്ക്ക് നിറം കൊടുക്കുന്ന ഹരിതകം എന്ന് പറയുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന വർണ്ണകമാണ്. ഈ ഹരിതകത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് സസ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? ആ ഫോട്ടോസിന്തസിസ് നടത്താൻ സാധിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി ചില ഇലകൾക്ക് മറ്റ് കളറുകൾ കൂടുണ്ട്, മറ്റ് നിറങ്ങൾ കൂടുണ്ട്. ആ ഇലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ നിറമൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിന് കാരണം ചില വർണ്ണകങ്ങളാണ്, ചില പിഗ്മെൻറ്റുകളാണ്. ചുവപ്പ് നിറത്തിന് കാരണം ആന്തോസയാനിനും, ഓറഞ്ചിന് കാരണം കരോട്ടിനും, മഞ്ഞയ്ക്ക് കാരണം സാന്തോഫിലാണെന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ചോദിക്കാനുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അടുത്തേക്ക് പോകാം. ഇനി അന്തരീക്ഷത്തിലുള്ള വായുവിൻ്റെ അളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അന്തരീക്ഷത്തിൽ സസ്യങ്ങളിൽ ചില വാതക വിനിമയം നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. സസ്യങ്ങളിൽ എന്തുണ്ട്? ഈ പറയുന്ന പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് അവർ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്, ഓക്സിജനെ പുറത്തേക്ക് വിടുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നോക്കിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണെന്ന് വെച്ചാൽ ഇതാണ്, നൈട്രജനാണ്. പിന്നീട് സെക്കൻഡ് സ്ഥാനത്ത് വരുന്ന ഓക്സിജനാണ്. അതിനുശേഷം ബാക്കിയുള്ള വാതകങ്ങളുടെയൊക്കെ അളവ് ഇതാണ്. അപ്പോൾ ഈ പറയുന്ന വാതകങ്ങളുടെയൊക്കെ അളവ്, ഓരോ വാതകങ്ങൾ എത്ര ശതമാനം വീതം ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പണ്ട് ഞാൻ ക്ലാസ്സുകളിൽ സ്ഥിരമായിട്ട് പറയാറുണ്ടായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. ഓക്സിജൻ 21.1 മറ്റോ ആണ്. സത്യം പറയാമല്ലോ, നൈട്രജൻ്റെ അളവ് ഞാൻ മറന്നുപോയി. ഓക്കെ, കുറേ നാളായിട്ട് ക്ലാസ് എടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ ഫീൽ ചെയ്ത് വരികയാണ്. അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അങ്ങ് പറഞ്ഞു തുടങ്ങിയത് നൈട്രജൻ എത്ര, ഓക്സിജൻ എത്ര, ആർഗൺ എത്ര, കാർബൺ ഡൈ ഓക്സൈഡ് എത്ര എന്ന് പറഞ്ഞിട്ട് ലോഹങ്ങളുടെയൊക്കെ അളവ് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന അളവുകളുമായി ബന്ധപ്പെട്ട് എത്ര ശതമാനം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല എത്ര പേര് ഇവിടം വരെ വീഡിയോ കണ്ടു എന്നുള്ളത്. ഓക്കെ, ഇനി ഈ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്വസനം എന്ന് പറയുന്നൊരു പ്രോസസ്സ്, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നൊരു പ്രോസസ്സ്. ഈ രണ്ട് പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം, അവിടെയുള്ള വാതക വിനിമയമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സസ്യങ്ങളായിക്കോട്ടെ ജന്തുക്കളായിക്കോട്ടെ അവരെല്ലാം ശ്വസനം നടക്കുമ്പോൾ അകത്തേക്ക് എടുക്കുന്ന വാതകം ഏതാണ്? ഓക്സിജനെയാണ് അകത്തേക്ക് എടുക്കുക. ഓക്കെ, ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ പുറത്തേക്ക് വരുന്ന ഏതായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ശ്വസനം എവിടെയൊക്കെ നടക്കും? സസ്യങ്ങളിലും ജന്തുക്കളിലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ സസ്യങ്ങളിലും ജന്തുക്കളിലും ശ്വസനം നടക്കാറുണ്ട്. ശ്വസനത്തിൻ്റെ ഫലമായി ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ പുറത്തേക്ക് വിടുന്നു. ഓക്കെ, ശ്വസന ഫലമായി സസ്യങ്ങളിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. അതായത് ശ്വസനം നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനു ഉപയോഗപ്പെടുത്തുന്നു? ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസിന് സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തും. എന്നിട്ട് ആ ഫോട്ടോസിന്തസിന് ശേഷം എന്ത് പുറത്തേക്ക് വിടും? ഈ പറയുന്ന ഓക്സിജനെ പുറത്തേക്ക് വിടും. ആ ഓക്സിജനെ ഈ പറയുന്ന ശ്വസനത്തിന് വേണ്ടി വീണ്ടും പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ പറയുന്ന എന്താണ് മനസ്സിലാക്കാൻ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇനി ഈ പറയുന്ന വായു എങ്ങനെയാണ് ഇലകൾക്കുള്ളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് എന്താ? ഇലകൾക്ക് താഴെ കാണപ്പെടുന്ന ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്, അതിൻ്റെ പേരാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയും കേട്ടോ. എന്താണ്? ആസ്യരന്ധ്രങ്ങൾ എന്നാണ് അതിനെ വിളിക്കുക എന്നുള്ളത് കൂടി ഒന്നറിഞ്ഞ് വെച്ചേക്കുക. ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നതും ഇതേ സുഷിരങ്ങളിലൂടെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുടെ ഒരു പിക്ചറൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടുവച്ചേക്കാം. എന്താണ്? പകൽ സമയത്ത് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജനെ അകത്തേക്ക് എടുക്കുന്നുണ്ട്.
ശ്വസനത്തിൻ്റെ ഫലമായിട്ടല്ലേ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. ഇത് ശ്വസനത്തിൻ്റെ കാര്യമാണ്. ഓക്കെ. അതേ സമയത്ത് പകൽ സമയത്ത് തന്നെ എന്തും നടക്കുന്നുണ്ട്, പ്രകാശ സംശ്ലേഷണവും നടക്കുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് എടുത്തിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം എന്താ സംഭവിക്കുന്നത്. ശ്വസനത്തിൻ്റെ കാര്യമാണിത്. ശ്വസനത്തിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടും. ഓക്കെ. ശ്വസനത്തിൻ്റെ ഇമേജ് ഇതാണ്. അതേസമയത്ത് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ കേസ് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് എടുക്കുന്നു, ഓക്സിജനെ പുറത്തേക്ക് വിടും. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനി രാത്രി സമയമാകുമ്പോൾ എന്താ പറ്റുക, രാത്രി സമയമാകുമ്പോൾ അവിടെ സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണം അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ശ്വസനം മാത്രമായിരിക്കും നടക്കുക. ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടും. ഓക്കെ. ഇനി അടുത്തത് പരാതങ്ങൾ എന്ന് പറഞ്ഞൊരു സംഗതിയാണ് നോക്കാൻ പോകുന്നത്. വളരെ നല്ലൊരു പിക്ചറൈസേഷൻ ഇവിടെ കൊടുത്തുകൊണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം അങ്ങ് പറഞ്ഞു തീർക്കാം. ഒരു മാവുണ്ട്, മാവ് നമ്മളോടൊരു കാര്യം പറയുകയാണെ, എനിക്ക് വേണ്ട ആഹാരം അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ സ്വയം നിർമ്മിക്കുന്നുണ്ട്. മാവ് അവന് വേണ്ട ആഹാരം സ്വയം നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ട് അവനെ നമുക്ക് എന്ത് വിളിക്കാം, ഹരിത സസ്യമെന്ന ഉൽപ്പാദകൻ എന്നൊക്കെ വിളിക്കാം. ഈ മാവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റ് ചില സസ്യങ്ങളുണ്ട്. അവരുടെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ആളാണ് മരവാഴ എന്ന് പറയുന്നത്. മരവാഴ എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. ഓക്കെ. മരവാഴയ്ക്ക് എന്താ വേണ്ടത്, ഇരിക്കാൻ സ്ഥലം മാത്രം മതി. ആഹാരമൊക്കെ എന്ത് ചെയ്യും, സ്വയം നിർമ്മിക്കും. അപ്പോൾ മരവാഴ സസ്യത്തിന് ഈ പറയുന്ന മാവിന് വലിയ ദോഷം വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇരിക്കാൻ എത്തിയ സ്ഥലം മാത്രം മതി. അത്തരം ആളുകളെ നമ്മൾ വിളിക്കുന്നവരാണത് എപ്പിഫൈറ്റ് എന്ന് വിളിക്കും. മരവാഴയും ഓർക്കിഡും ഒക്കെ എന്താണ്, എപ്പിഫൈറ്റ് ആണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി മറ്റു ചില ആൾക്കാരുണ്ട്, ഈ മരത്തിന് പ്രശ്നമാണ്, മരത്തിന് ഇരിക്കാൻ സ്ഥലവും വേണം, അതുപോലെ തന്നെ മരത്തിൻ്റെ ചില ആഹാരത്തെയൊക്കെ അവരെ അടിച്ചു മാറ്റാറുണ്ട്, മരത്തിൻ്റെ കമ്പൊക്കെ ഉണങ്ങിപ്പോകുന്നതിന് കാരണമാകാറുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്നുള്ളത്. ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണവും സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. നോക്കുക, ഇത്തിൽക്കണ്ണി എന്താ ചെയ്യുന്നത്, അവൻ ആഹാരം സ്വയം നിർമ്മിക്കും. കാരണം അവൻ എന്തുണ്ട്, ഹരിതകമുണ്ടല്ലേ, ഇത്തിൽക്കണ്ണിക്ക് പച്ച കളറുണ്ട് നമുക്കറിയാം. ആഹാരം സ്വയം നിർമ്മിക്കും, പക്ഷേ അവൻ എന്ത് വേണം, ജലവും ലവണവും വേറെ ഈ മാവിൽ നിന്നായിരിക്കും വലിച്ചെടുക്കുക. അപ്പോൾ മനസ്സിലാക്കുക, ഇവൻ എന്താ പറയുക, സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്ന ആളാണ്. അവനവൻ്റെ അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കി കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ ഫുഡ് ഉണ്ടാക്കുന്നതിനുള്ള പല വ്യഞ്ജനങ്ങൾ എന്ത് ചെയ്യും, വല്ലയിടത്തുനിന്നും അടിച്ചു മാറ്റും. ഓക്കെ. അതാണ് എൻ്റെ പരിപാടി. ഇനി വേറെ ചില ആൾക്കാരുണ്ട്, അവർക്ക് ആഹാരം ഉണ്ടാക്കാൻ തന്നെ കഴിയത്തില്ല. ഇത്രക്കണ്ണി സ്വന്തമായിട്ട് ആഹാരമെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ ആഹാരം പോലും ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ആൾക്കാരുണ്ട്. അവരാണ് ആര്, മൂടില്ലാത്ത ആളുകളുള്ള ആൾക്കാർ. അവരെന്ത് ചെയ്യുന്നില്ല, ആഹാരം നിർമ്മിക്കുന്നില്ല. അവർക്ക് ആഹാരം ഉണ്ടാക്കാനൊരു മൂടില്ല. അവരാണെന്ത്, പൂർണ്ണ പരാതം. ഓക്കെ. പൂർണ്ണ പരാതം. അവർ കംപ്ലീറ്റ്ലി മാവ് പോലുള്ള അവരിരിക്കുന്ന സസ്യത്തിൻ്റെ ആഹാരം തന്നെ അങ്ങ് വലിച്ചെടുക്കും. ജലവും ലവണമല്ല, ആഹാരം തന്നെ വലിച്ചെടുക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ് ഈ താഴത്തേക്ക് പറയുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ചെടിക്ക് പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. ഇതിപ്പോൾ ഒരു മരവാഴയാണ്, മരവാഴയുള്ള സസ്യത്തിൻ്റെ കമ്പനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. കാരണം മരവാഴ ഒരു എപ്പിഫൈറ്റ് ആണ്. എപ്പിഫൈറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ പറയുന്ന എന്താണ്, ആഹാരത്തിൻ്റെ ആവശ്യമില്ല, ആഹാരം അവർ തന്നെ ഉണ്ടാക്കും. അന്തരീക്ഷത്തിൽ നിന്ന് എപ്പിഫൈറ്റുകളുടെ വേരുകൾ ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് ജലവും ലവണമൊക്കെ അവർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ആദ്യ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. എപ്പിഫൈറ്റുകൾക്ക് മറ്റൊരു ഉദാഹരണമാണ് ഓർക്കിഡും ഈ പറയുന്ന മരവാഴയും എന്താണ്, എപ്പിഫൈറ്റ് ആണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതാണ് അവിടെ നിന്ന് വേണ്ട ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഓക്കെ. ഇനി അടുത്തത് ഇത്തിൽക്കണ്ണിയുടെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്തിൽക്കണ്ണിയുടെ ഒരു ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്തിൽക്കണ്ണിയുടെ വേര് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മാതൃസസ്യത്തിൻ്റെ ഉള്ളിലേക്ക് കയറാറുണ്ടെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഇനി ഒന്ന് വായിച്ചു നോക്കി. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇവരെ അർദ്ധപരാതങ്ങളെന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി അടുത്തത് മൂടില്ലാത്ത ആളി, ചെടിയിൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ആളാണ്. അവനും വേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാവ് പോലുള്ള സസ്യങ്ങളുടെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് വേരുകൾ കടന്നു പോകാറുണ്ട്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്ത ആളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ അഥവാ ടോട്ടൽ പാരസൈറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, കൂടുതൽ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
ഇനി വേറൊരാളുകളുണ്ട് ഭാഗിക പരാതം കേട്ടോ. ഭാഗിക പരാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനം പോലുള്ള സസ്യങ്ങൾ അവരുടെ വളർച്ചയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അവരുടെ വേര് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സസ്യങ്ങളുടെ വേരിൽ നിന്ന് ഈ പറയുന്ന ജലവും ലവണമൊക്കെ അടിച്ചു മാറ്റും. എന്നാൽ ഒന്ന് വളർന്ന് സ്വയം പര്യാപ്തി എത്തിക്കഴിഞ്ഞാൽ ഈ പരിപാടി ചെയ്യില്ല. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ അവനൊരു പരാതമായിട്ട് നിൽക്കും. അത് ഭാഗിക പരാതം എന്നാണ് അത്തരം ആൾക്കാരെ നമ്മൾ വിളിക്കുക. എക്സാമ്പിൾ ചന്ദനമാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ. ദെൻ ലാസ്റ്റ് പറയുന്ന പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഈ ചോദ്യോത്തരങ്ങളും കൂടെ നമുക്ക് നോക്കാം. ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഈ അഭിപ്രായത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഈ ഒരു അഭിപ്രായത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. കാര്യം എന്താ? ചുവപ്പ് നിറമെന്ന് പറഞ്ഞാൽ അവയിൽ ആ ഒരു വർണ്ണഗണം ഉള്ളത് കൊണ്ടാണ്. എന്നാൽ അവിടെയും എന്തുണ്ട്? ഹരിതഗണത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെയും ആഹാര നിർമ്മാണം സാധ്യമാകുമെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അടുത്തത് ഈ ആഹാര ശൃംഖലയിലെ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? തവളകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും? ഈ പുൽച്ചാടികളുടെ എണ്ണം അങ്ങ് കൂടും. പുൽച്ചാടികളുടെ എണ്ണം കൂടുമ്പോൾ എന്ത് പറ്റും? സസ്യങ്ങളുടെ എണ്ണം കുറയും. സസ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? പുൽച്ചാടികളുടെ എണ്ണം ഓട്ടോമാറ്റിക്കലി പുൽച്ചാടികൾക്കൊന്നും കഴിക്കാനില്ലാണ്ട് വരും. കൊതുകിൻ്റെ എണ്ണവും കുറയും, പാറ്റയുടെ എണ്ണവും കുറയും. ഇവരുടെയൊക്കെ എണ്ണം കുറഞ്ഞാൽ പിന്നെയും തവളകൾ ഓൾറെഡി ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പല്ലികളുടെ എണ്ണവും കുറയും. തവളകളില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് പറ്റും? പാമ്പുകളുടെ എണ്ണവും കുറയാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പം മൊത്തത്തിൽ അങ്ങ് തവിട് പൊടിയാകും എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, അടുത്ത ചിത്രീകരണം നിരീക്ഷിച്ച് സസ്യങ്ങൾ നടക്കുന്ന വാതക വിനിമയത്തിലെ ഘട്ടങ്ങൾ പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു, അതാണ് ആദ്യത്തെ ഘട്ടം. അന്തരീക്ഷവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റേജ് എന്തായിരിക്കും? ഈ പ്രകാശ സംശ്ലേഷണം നടന്നു കഴിയുമ്പോൾ ഓക്സിജൻ പുറത്തേക്ക് വരുന്നു, അതവിടെ കഴിയുന്നു. അടുത്തത് വീണ്ടും അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? സസ്യങ്ങളുടെ അകത്തേക്ക് കടക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ശ്വസനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ. ശ്വസനത്തിന് വേണ്ടി അകത്തേക്ക് കിടക്കുന്നു. ദെൻ പുറത്തേക്ക് എന്ത് വരുന്നു? പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വ്യാധികൾ പടരാതിരിക്കാനെന്നുള്ളതാണ്. ക്ലാസ് അല്പം ലെങ്തി ആയിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. 10-20 മിനിറ്റിന് മേളിലായിട്ടുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടുത്ത ക്ലാസ് തൊട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചുരുക്കി ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും നേരം സഹിച്ച് കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നൊരു ഗുഡ് ബൈ. താങ്ക് യു.